ഇന്നത്തെ ദിവസം വിളവെടുത്ത പയറാണ് അത് കണ്ടോ. ഇത്രയും പയർ നല്ല സൂപ്പർ വിഷരഹിതമായ പയർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അത് ഇന്നത്തെ ദിവസത്തേക്ക് ഇതിപ്പോൾ നമുക്കൊരു ഉപ്പേരി വയ്ക്കാനുള്ള ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കാനുള്ള ഒരു പയറുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് pH ഒന്ന് ടെസ്റ്റ് ചെയ്യണം. pH ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. കടയ്ക്ക് pH മാറ്റം വന്നു. നമ്മൾ pH മീറ്ററിൻ്റെ ബാറ്ററി സാധാരണ ഊരി വയ്ക്കാറുണ്ട്. ഇതിന് ഊരി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, സംഭവം ഓണാവണില്ല. നോക്കട്ടെ. ഊരി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് ഇട്ടിട്ട് നമുക്ക് നോക്കാം. എന്താ വെച്ചാൽ ബാറ്ററി ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പെട്ടെന്ന് ചാർജ് തീരുക. അപ്പോൾ ഉപയോഗം കഴിഞ്ഞാൽ ബാറ്ററി ഊരി വെച്ചു. pH ഇൻഡിക്കേഷൻ ഓണാക്കി. ഇനി ഓണാക്കി നോക്കട്ടെ. ഓക്കെ, ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മീറ്ററിൽ 7 ആണ്, പെർമനൻ്റ്ലി 7 ആണ് കാണിക്കുക. ഇനി നമ്മൾ ഇതിൽ ഒന്ന് കുത്തി വെച്ച് നോക്കട്ടെ മാറ്റം വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, കണ്ടോ, നമുക്ക് മണ്ണിൽ pH നമുക്ക് 7 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് 7 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോളമൈറ്റ് ഇടാത്ത ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പൊടി വയ്ക്കാത്ത ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ 5 ഉള്ളൂ. കണ്ടോ, മാറ്റം വന്ന് കണ്ട. ഇതിനിപ്പോൾ 5.6 അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കുരുമുളകിൻ്റെ കടയ്ക്ക് നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് നോക്കാം, ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാം. കണ്ട, നമുക്ക് കുരുമുളകിൽ നമുക്ക് 7 കിട്ടിയിട്ടുണ്ട് അല്ലേ? 7 അല്ലേ? ഓക്കെ, 7 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കൊടികളുടെ കടയ്ക്കൊക്കെ pH 7 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നല്ലപോലെ നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ കൃത്യമായിട്ട് ഇനി 7 pH ഉള്ള മണ്ണിൽ എന്ത് ചെടി നട്ടാലും നല്ല പോലെ വളം വലിച്ച് പൊക്കോളും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കണം. നമ്മളതായത് pH, വെള്ളത്തിൻ്റെ pH പോലെ തന്നെ മണ്ണിൻ്റെ pHും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെള്ളത്തിന് pH കൂടി കഴിഞ്ഞാൽ pH കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ചെടികൾക്ക് മണ്ണിൻ്റെ pH കുറഞ്ഞാലും പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 7 മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അതിന് കുമ്മായത്തിനേക്കാളും നല്ലത് ഡോളോമൈറ്റ് ഉപയോഗിക്കണമായിരിക്കും. ഡോളോമൈറ്റിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൊള്ളൽ കുറവായിരിക്കും. pH സ്റ്റഡി ആയിട്ട് നിൽക്കും ഡോളമൈറ്റിൽ. കുമ്മായത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂടി അത് കുറച്ച് കളയുമ്പോൾ പെട്ടെന്ന് കുറയും. പക്ഷെ ഡോളമൈറ്റ് അങ്ങനെയല്ല, ഒരുപാട് നാളുകൾക്ക് നമുക്ക് അത് സപ്പോർട്ടായിട്ട് കിട്ടും ഡോളമൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമ്മുടെ തോട്ടത്തിൻ്റെ ചെടികളൊക്കെ അത്യാവശ്യം വളർന്ന് 1-2 തളിരൊക്കെ എടുത്ത് കയറി വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാലിൻ്റെ എക്സ്റ്റൻഷൻ വീഡിയോ ഇടുന്നുണ്ട്. അതിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് PVC റെഡിയാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വീഡിയോ ചെയ്യാത്തത്. അത് ഇനി കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു വീഡിയോ വരുന്നവരെ ബൈ.